ഹസ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹസ്കർ, പല ഇടത് ഹാൻഡിലുകളിലും ഞാൻ പല പോസ്റ്റുകളും വായിച്ചതിൽ നിന്ന് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ മികച്ച ഭരണം നൽകി എന്നിട്ടും മാറ്റി കുത്തിയില്ലേ, ഇനിയിപ്പോൾ അതാ കണ്ടോ അനുഭവിച്ചോ എന്ന് പറയുന്ന തരത്തിൽ ആ ഉള്ളടക്കത്തോടു കൂടിയുള്ള പല പോസ്റ്റുകളും ഇടത് ഹാൻഡിലുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കൊച്ചിയിലെ ഈ അടി നോക്കിക്കാണുകയാണോ, പുറമേ നിന്ന് നോക്കിക്കാണുകയാണോ? ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഭസ്മാസുരന് ലഭിച്ച വരം പോലെയാണ് കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുക. ഇപ്പോ ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കും ഗ്രൂപ്പ് വഴക്കുകൾ പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്കും കൊച്ചി പോലുള്ളൊരു നഗരത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പ് തന്നെ വഴിവെച്ചിരിക്കുന്നു എന്നതും മുതിർന്ന നേതാക്കന്മാർ പരസ്യമായ അഭിപ്രായം പറയുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, മുൻകാലങ്ങളിലുള്ള ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് ആര് എന്നത് സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് എന്ന യാഥാർത്ഥ്യ ബോധമാണ് ഇടതുപക്ഷ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മേഖലകളിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ ദിശയാണ്. ആ ദിശയിൽ തന്നെ യാദവ കുലത്തിന് ലഭിച്ച ഒരു പാഴ്വാക്ക് പോലെ അല്ലെങ്കിൽ ശാപം പോലെയാണ് കോൺഗ്രസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയാൽ സംഭവിക്കുക എന്നതിന്റെ സൂചനയാണ്. ഏതു മുതിർന്ന നേതാവിനെയും തള്ളിമാറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ സാമുദായിക സമവാക്യങ്ങൾക്ക് സാമുദായിക നേതാക്കന്മാർക്ക് അടിയറവ് വെക്കുന്ന തരത്തിലേക്ക് എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. വിവാഹം കൊണ്ട് ലത്തീൻ കത്തോലിക്കയായ ഒരാളെ മേയർ പദവിയിലേക്ക് എത്തിക്കുകയും അതുവഴി മറ്റൊരാളെ വിവാഹം കൊണ്ട് ഹിന്ദുമതത്തിലേക്ക് പോയി എന്നത് സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഒഴിവാക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയായിരുന്നു കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നതുകൂടിയാണ് കോൺഗ്രസ് നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നാം കാണേണ്ടത് എന്നതാണ് ഇവിടെ കാണേണ്ടത്. കാര്യം ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ ഇപ്പോൾ 16-ാം വയസ്സിൽ കോൺഗ്രസിൽ KSUയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ 33 കൊല്ലമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കോൺഗ്രസ് തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന KPCCയുടെ ആരാധ്യയായ സെക്രട്ടറി, ICC അംഗം, ആ അംഗത്തെ നിരാകരിച്ചുകൊണ്ട് മറ്റൊരാളെ ചുമതലയേൽപ്പിക്കുന്ന ഗതികേട് ആണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അനുഭവ പാഠം തന്നെയാണ്. ആരാണ് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയായി UDF പ്രഖ്യാപിക്കുക എന്ന് ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ അവിടെ ഈ സാമുദായിക സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹസ്കർ, അത് കോൺഗ്രസ് മാത്രം പിന്തുടരുന്ന ഒരു കാര്യമാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം സാമുദായിക സമവാക്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിലും ഇത്തരം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുന്ന ഘട്ടത്തിലും സ്വീകരിക്കാറുള്ളതല്ലേ? മറ്റൊരു കാര്യം നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ ഫൈനൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തെ പാടെ അവഗണിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതും സാധ്യമല്ലല്ലോ. അപ്പോൾ അത് പരിഗണിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായും എന്ന ഒരു പ്രശ്നമുണ്ട്. രേണു, നമ്മൾ കേരളീയ പൊതുസമൂഹം വല്ലാതെ തരംതാഴ്ന്ന് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സമുദായ സമവാക്യത്തിന്റെ പിന്നാലെ പോകുന്നത്. മറിച്ച് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സമുദായത്തിന്റെ പിൻബലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ സമുദായം പിന്താങ്ങുന്നു എന്നതുകൊണ്ട് മാത്രം പൊതുപ്രവർത്തനാവുകയും ജനപ്രതിനിധിയാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ആ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. മുഴുവൻ സമൂഹത്തിന്റെയും അംഗീകാരം ലഭിക്കുന്നവനായിരിക്കണം പൊതുപ്രവർത്തകൻ. സമൂഹത്തിനാകമാനം സകലവിധമായിട്ടുള്ള ബന്ധങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്നതായിരിക്കണം ഒരു പൊതുപ്രവർത്തകന്റെ സ്ഥാനമാനങ്ങൾ എന്നതുകൂടി കരുതുമ്പോൾ ഇപ്പോ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ലഭിച്ച ഈ രാഷ്ട്രീയ വിജയം പോലും ചെറുതായി കാണേണ്ടി വരുന്നു എന്നിടത്താണ് ആ നിരാശയാണ് കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്നതാണ്. കോൺഗ്രസ് നോട്ട് ചെയ്ത
UDF വോട്ട് ചെയ്ത കൊച്ചിയിലെ ജനങ്ങൾ ഇപ്പോ വല്ലാതെ അപഹാസ്യരായിരിക്കുന്നു എന്നുള്ളതല്ലേ വസ്തുത. എന്റെ ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നയിക്കുന്നതാര്? ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കുമോ, ശ്രീ VD സതീശനായിരിക്കുമോ, അതോ ശ്രീ സുധാകരനായിരിക്കുമോ, അല്ലെങ്കിൽ സാക്ഷാൽ KC വേണുഗോപാലായിരിക്കുമോ എന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ഒരു വലിയ ചോദ്യമായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കും. അത് ഇടതുപക്ഷത്തിന് വല്ലാതെ ആത്മവിശ്വാസം പകരുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ എന്നതാണ് ഏറ്റവും കൗതുകകരവും ഏറ്റവും സന്തോഷകരവുമായിട്ടുള്ള ഒരു വസ്തുത. തീർച്ചയായും. എന്തായാലും കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ഇടത് സഹയാത്രികർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്നത് ഹസ്കറിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സഭാ നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നതാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്. ഇടപെട്ടിട്ടില്ല എന്നതല്ല, അതൊരു മാനദണ്ഡമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇങ്ങനെ ഒരു തീരുമാനം എന്നതാണ് പറയുന്നത്. പക്ഷേ അത്തരം പരസ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമുദായത്തിൻ്റെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയെടുത്ത തീരുമാനം എന്നതാണോ താങ്കൾ കാണുന്നത്? അതിനും അപ്പുറം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വലിയ പോര് കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന ദീപ്തി മേരി വർഗീസിനെ വെട്ടുക എന്നത് മറ്റുള്ളവരുടെ വലിയ ആവശ്യമായി മാറുന്നു. അപ്പോൾ AI ഗ്രൂപ്പുകൾ ഒപ്പം VD സതീശന്റെ അനുയായികളും കൂടിച്ചേർന്നുകൊണ്ട് നടപ്പാക്കിയ തീരുമാനമാണ് ഇത്. കോൺഗ്രസിന് ഇനി വരാനിരിക്കുന്ന പോരെങ്ങനെയാണോ അതിന് ആ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് ദീപ്തി വെട്ടിമാറ്റപ്പെട്ടത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലോജിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത്. താങ്കൾ ഏതാണ് വിശ്വസിക്കുന്നത്? സഭാ നേതൃത്വത്തിന്റെ സമ്മർദ്ദമോ കോൺഗ്രസിനുള്ളിലെ പോരോ, ഗ്രൂപ്പ് പോരോ?